അല്ല മാം, മിനിസ്റ്റർ അറസ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവണ്ടാണ്. നടന്നാ കടിച്ചു മാമിന. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മാം പുറത്തുവിട്ട സ്റ്റോറിയാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. ആ റിയ ഇരിക്കിരിക്കെ. അതെ, ദർ ഇസ് എ ഗുഡ് ന്യൂസ് ആൻഡ് എ ബാഡ് ന്യൂസ്. എന്താ ബാഡ് ന്യൂസ്? അറസ്റ്റ് ഉണ്ടാവില്ല. മിനിസ്റ്റർ രാജൻകുറുപ്പ് ഇത്തവണ മല പൊട്ടിക്കും. അല്ല, ഗുഡ് ന്യൂസും ഉണ്ട്. TRP റേറ്റിംഗിൽ വീണ്ടും നമ്മൾ നമ്പർ 1 ആണ്. എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് TRP റേറ്റിംഗ് കൂടുന്നത്. സോ ബി ഹാപ്പി. ഹലോ, യെസ് മാം. ഒന്നും വേണ്ട. റിയ, ഗെറ്റ് റെഡി. NIA ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മിനിസ്റ്റർ ഇപ്പം ഇറങ്ങും. ഫാസ്റ്റ്. ഹലോ, ഇത്തിയോടെ പെട്ടെന്ന് വിളിക്കാൻ പറ. PDF മന്ത്രിസഭയെ മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ടൂറിസം മന്ത്രി രാജൻ കുറുപ്പിനെ ചോദ്യം ചെയ്യാനാണ് NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും അറിയിക്കാതെ മന്ത്രി രാജൻ കുറുപ്പ് തന്റെ സ്വകാര്യ വാഹനത്തിലാണ് അതിരാവിലെ തന്നെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സാർ? മാധ്യമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ട താങ്കളുടെ കുറ്റസമ്മതമായി കരുതാമോ? ഞാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്? കഴിഞ്ഞ 36 വർഷമായിട്ട് ഞാനിവിടെ പൊതുപ്രവർത്തകനായിട്ടും MLA ആയിട്ടും മന്ത്രിയായിട്ടും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് തന്നെ. ഇതിപ്പോ എന്റെ തീരുമാനമല്ല, എന്റെ കർശനമായ നിർദ്ദേശമാണ്. അകത്ത് നടന്നൊന്നും പുറത്ത് ആരോടും ഷെയർ ചെയ്യരുത്. അതല്ലല്ലോ സാർ, ഇത്രയും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഈ പൊതുസമൂഹം അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ മറച്ചു വെക്കുന്നല്ല. ഒന്നാമത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇന്നെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല, ഈ സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റെ മൊയ്യെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നെ ഇതിൽ പ്രതി ചേർക്കുകയോ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. സാർ, ഒരു ചോദ്യം കൂടി. എനിക്ക് നല്ല ക്ഷീണുണ്ട്. നമുക്ക് പിന്നെ കാണാന്ന്. ഞാൻ ഇടണ്ടല്ലോ. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി അറിയണ്ടേ സാർ? വേഗം കേറി ജലീലേ. സർ, CM രാജനാന്ന്. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസങ്ങൾക്ക് മറുപടി പറയലല്ല എനിക്കിവിടെ ജോലി. വഴിവിട്ടൊരു സഹായം എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ രാജാ അത് മറന്നേക്ക്. ഞാനൊന്നും അറിഞ്ഞു. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നെങ്കിൽ രാജാ, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂർ സമയം ഞാൻ തരും. ഒന്നുകിൽ താനായിട്ടുണ്ടാക്കിയ പ്രശ്നം താൻ തന്നെ തീർക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. എനിക്ക് വേറെ ഒന്നും പറയാൻ. ഞാനൊന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. NIA ലോക്കൽ സപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് അന്നെ നിയമിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ ചോർത്ത് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയില്ലടോ. അത് പറയാനാണ് സാർ ഞാനിപ്പോൾ വന്നത്. നാളെ രാവിലെ 11 മണിക്ക് സാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവും. രണ്ടു ദിവസം കൊച്ചു വിട്ട് പോയതെന്ന് സാറിനോട് പറഞ്ഞത് അതിനുവേണ്ടിയാ. CM-നെ ഒന്ന് വിളിച്ചാലോ? താൻ കേട്ടല്ലേ, ആടുന്ന് ഇനി ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരു അടഞ്ഞ വാതില. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മളേൽ ഇനി അധികം സമയം ഇല്ല അല്ലേടോ? സർ, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നാളെ NIA വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റി ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ഒരാൾ നമ്മളിലുണ്ട്. മോനെ, ദോശ വേണം? വേണ്ട ചേച്ചി. ഹലോ ഹലോ മിസ്റ്റർ ജോർജി, എവിടെയാണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേണങ്ങല്ലടാ മുത്തേ. എടാ, ഇതിപ്പോ ഒരു ഒഫീഷ്യൽ ട്രിപ്പായി പോയില്ലേ? അല്ലെങ്കിൽ നീ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവോ? ഓ പിന്നെ 10-3 തൊട്ടി നിനക്കല്ലേ ഒഫീഷ്യൽ ട്രിപ്പ്. നീ ഇതൊക്കെ അയ്യപ്പനോട് പോയി പറ, അവള് വിശ്വസിക്കും. നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ?
ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. തട്ടാണോ കുട്ടാ? നീ 9 മണിക്കല്ലേ ഇറങ്ങുന്നത്? അതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. വെച്ചോ. ബ്രോ മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ ഹലോ, ഊബറിൽ നിന്നായിരുന്നേ. എവിടെയാ ഉള്ളേ? ന്യൂക്ലിയസ് മോൾ, ആ, ഡ്രോപ്പ് എവിടെയാ? വാഴക്കാല. ശരി, ഇതാ വരുന്നേ, 5 മിനിറ്റ്. മെരി ക്രിസ്മസ്. താങ്ക് യു. ഗുഡ് ഈവനിങ് മാഡം. ആമിനയല്ലേ? അതെ. വാഴക്കാല അല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യലിന് ശേഷം മന്ത്രി രാജൻ കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 43 ദിവസമായി തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോരെ. ഈ ന്യൂസ് ഒക്കെ കാണുന്നത് മാഡം, ഞാൻ ന്യൂസ് കണ്ടോന്നല്ല, ന്യൂസ് വായിക്കുന്ന ആളെ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? സ്മാർട്ട് അല്ലേ? ഭരണപക്ഷം മാത്രമല്ല. ആഹാ, കൊള്ളാലോ. ന്യൂസ് റീഡറെ വായി നോക്കുന്ന ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഉമ്മച്ചി, ഈ വായ നോക്കാന്ന് പറഞ്ഞെന്താ? മോളുടെ പേരെന്താ? എന്റെ പേര് പ്രിയ, ഉമ്മച്ചിയുടെ പേര് ആമി. ഓക്കേ. ആ മാഷെ, പോകുന്ന വഴി ഏതെങ്കിലും നല്ല ബേക്കറിയിൽ ഒന്ന് നിർത്തണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിളെ. ആണോ? അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷെ? ഓ, എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? ഇവളെയും കൊണ്ട് കടയിൽ ഇറങ്ങിയ കട മൊത്തം വാങ്ങേണ്ടി വരും. 1 കിലോ വരെ. ആ മതി. 4235. മാഡം, പിൻ നമ്പർ ഒന്നും ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തന്നെ കാണാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് കൊള്ളയടിക്കാനുള്ള മുതലൊന്നും ആ കാർഡിലില്ലടോ. ശരി ശരി. ബ്രോ, എന്താണ് എൻ്റെ അടുത്ത് പറയാം? പറഞ്ഞു. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്ക് കൊടുക്കാൻ പറ്റിയ കേക്കുകളാണ് ഇരിക്കണെല്ലാം തന്നെ. ഏതൊക്കെയുള്ളത്? ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ഗാറ്റർ, സ്മോക്ക, ഫ്രോസ്റ്റിംഗ്, മാംഗോ മാരിംഗേസ്, ചെറി ചീസ് സാറ്റോ, വാൻചോ ക്രീമി, അങ്ങനെയുള്ള കുറച്ച് സാധനമായിരിക്കണം. സാധാരണക്കാർക്ക് പറ്റിയ കേക്കൊന്നും ഇല്ലേ? സാധാരണക്കാരനല്ലേ? അതെ, സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനമുണ്ട്. ഈ വാനിലയും ചോക്ലേറ്റും കൂടി ഒരു മിക്സിംഗ് കോമ്പോ നമ്മുടെ ഹൈലൈറ്റ് സാധനം. പടച്ചാല കിഡിലോസ്കി ഐറ്റം. പേര് വാൻചോ ക്രീമിയാ. അത് അതെടുത്തോ, ഒരു കിലോ എടുത്തോ. വില എഴുതാൻ കുറിക്കാമല്ലോ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. പ്രിയ പ്രിയ. ഇതിപ്പോ 1 മിനിറ്റ്. ഓ, അയ്യപ്പാ എവിടെയാണ്? ഞാൻ ഒതുക്കിയടാ. ഓട്ടോൺ ഷോക്കായിരുന്നു. പിന്നെ മുതലാളി പോണേന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അവൻ പോകുന്നതിന് നിനക്കെന്തൊരു സങ്കടം? പിന്നെ മുതലാളി ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോയി സൂയിക്കാൻ പോവല്ലേ, അതിന്റെ വിഷമത്തിൽ ഞാനപ്പ തന്നെ സൈഡാക്കി. ഏത് വിവരത്തിന് മുമ്പിലാ? കടവന്ത്ര, നിനക്കെങ്ങനെ മനസ്സിലായി? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് നിന്റെ മുതലാളി. ആ മുതലാളിയുടെ അടിമയായ നീ എന്ത് തരം ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ അത്ര അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എടാ, നാളെ ക്രിസ്മസ് അല്ലേ, ബീവറേജ് അവധി അറിയാലോ. ഇന്ന് സാധനം മേടിച്ചു വെച്ചില്ലെങ്കിലേ നാളെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കൊണ്ട് എടുത്തോ. എന്തായാലും ട്രിപ്പ് നടിക്കുന്ന കാശല്ലേ? ആ ശരി. ഓ പുള്ളി വിളിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം നടക്കന്റെ മുനികുമാര. ഇപ്പോഴത്തെ ഓരോ കേക്കുകളുടെ പേരേ മാഡം കേട്ടാ പേടിച്ചു പോകും. ഇപ്പൊ ഇത് തന്നെ വാൻചോ ക്രീമി അങ്ങനെന്തോ സംഭവം. നമ്മുടെ വാനിലയും ചോക്ലേറ്റും മിക്സ്, അത്രേ ഉള്ളൂ. വാനില എന്റെ ഫേവറേറ്റാ. അത് പിന്നെ എനിക്കറിയത്തില്ലേ പ്രിയക്കുട്ടിയുടെ ഫേവറേറ്റ് എന്താന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ മേടിച്ചത്. ഇയാളുടെ പേരെന്താ? ജോർജ് എന്നാ മാഡം. എത്ര പേര് പഠിച്ചു? ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ചെയ്തായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറി കുറച്ച് നാള്. നമ്മുടെ സ്വഭാവമായിട്ട് ഒട്ടും സെറ്റ് ആവാഞ്ഞോണ്ടേ ഞാൻ പിന്നെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോർജി, ഈ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ ജോലി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റണം. മാഡം ഫിലോസഫിയാണോ പഠിച്ചത്? വാങ്ങി തന്നേക്ക് മാഡം.
സൂപ്പർ വീടാണല്ലോ. വാടക വീടാണ്. ജോർജി തന്റെ നമ്പർ ഒന്ന് തന്നെ, ആ. ഗൂഗിൾ പേ ചെയ്യാനാ. 9656 56 7013. ശരി, ട്രാൻസ്ഫർ ചെയ്തേക്കാം. പിന്നെ മാഡം ഇത് മോക്ക് കൊടുത്തേക്കേ. ഉറങ്ങിപ്പോയില്ല. ഓ, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ ആ. താങ്ക്സ് ഫോർ എവറിത്തിങ്. ഒന്നും കുഴപ്പമില്ല. ഒരു 5 സ്റ്റാർ ഇട്ടേക്ക്. ആ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരുന്നേ മാഡം. ഒരു 5 മിനിറ്റ്. ചാടി ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. കുറച്ച് ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്. ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി, അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം. അതാകുമ്പോ നിന്റെ ടെൻഷനും മാറും. ആ, ജോർജ്. അങ്ങനെ സാറേ. എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ, അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടുമോ? ബെസ്റ്റ്. എന്റെ പൊന്നു ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ. നേരത്തെ അങ്ങ് എത്തിയേക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന്റെ തൊലിക്കെട്ടിയാ. രാജി സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. ഹാ, ഓക്കെ. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വണ്ടി എടുക്ക്. നമുക്കേ വണ്ടി ഇങ്ങനെ അങ്ങ് വിട്ടാലോ? 2 ദിവസം. പിന്നെ നിന്റെ കൂടെ കൊറേ നാളാ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. എടി, ഇതൊക്കെ നടക്കൂടി. നീനൊന്ന് വിശ്വസിക്കേ. നിന്നല്ലേ? ആ, എടാ, നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ മദ്യപിച്ചല്ലേ കാര്യം നടക്കും. ഒന്ന് പോടാ. അപ്പന്റെ വെള്ളടി എങ്ങനെ നിർത്താനാ ഞാൻ നോക്കണം. അയ്യോ, അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. കാര്യം പുള്ളിക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുവിടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ മിലിറ്ററി കോട്ടയെന്ന് എല്ലാ മാസവും 2 ലിറ്റർ വെച്ച് എനിക്ക് താങ്ങാൻ. അതെ, ഉടായ്പ വിളിക്കുന്നു. ആ, അവനൊന്ന് ഗോവയ്ക്ക് പോകാനിരിക്കുക. നിന്നെ കൊണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്താ ചേട്ടാ? റിയ, നീ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോ? ഞാൻ ചെയ്തല്ലോ. എന്താന്നറിയില്ല, അവൻ നിന്നെ ഭയങ്കര പേടിയാണ്. അവൻ ഉടായ്പാണെന്നേ അവൻ എന്നെ നല്ലോണം അറിയാതാ. അതായിരിക്കും. അരവിന്ദൻ വിളിച്ചായിരുന്നു. നിന്റെ വിസ പ്രോസസ്സിംഗ് തുടങ്ങിയെന്നാ പറഞ്ഞു. എന്താ മോളിനൊരു അനാവശ്യമായിട്ടൊരു കനം? അവരെന്നെയും വിളിച്ചായിരുന്നു. എടാ, കാശിന്റെ കാര്യമാണോ? അത് നമുക്ക് റെഡിയാക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാം. എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയല്ലേ? ഓക്കെ ആണ് കേട്ടോ. നീ ഇറങ്ങുന്നില്ലേ? നിന്റെ അപ്പം പെട്ടാളൊന്നും പുറത്തിറങ്ങി വരുമോ? അതിന് പുള്ളിയെ പഴയ തോക്കിനെ തൊണ്ട നിറച്ച് വെച്ചിട്ടുണ്ടോ അവനെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ? നീ വാടാ. ഡാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാൻ? ഒന്നും പറയാനില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി, അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസായിട്ട് അയച്ചു തരാം. പോരെ? ശരി. എടി, പോയി നിന്റെ പ്രാഞ്ചിക്ക് സെൻഡ് ഓഫ് കൊടുക്കും. അശ്ശേ, അങ്ങനെ പറയാൻ. പോടാ. അങ്ങളെ ജയിച്ചവാൻ താങ്ക് യു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ചോദിച്ചു മേടിച്ചാണല്ലോ. റിയ, ഗുഡ് നൈറ്റ്. ഫാമിലി മൊത്തത്തിൽ തറയാണല്ലോ. സാധനം കിട്ടിയോ? 2 ബീറും 1 ചാത്തനും. ബീറ് നിനക്ക്, ചാത്തൻ എനിക്ക്. എല്ലാം കൂടെ അടിച്ച് രാത്രി ഇവിടെ ഓഫായി കിടന്നാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും കിടന്നാളാം. ഡാ, സാധനം എടുക്കട്ടെ. നിന്റെ മുതലാളി എന്തി? ദേ, കാവടിയൊളി വന്നുണ്ട്. ശരിക്കും ഗോവ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത്? ചൂള ലുക്കായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. എടാ, അതിന് ഞാൻ ഈ വേഷത്തിലല്ലല്ലോ മീറ്റിങ്ങിന് പോകുന്നത്. ഓഹോ, അതിനുള്ള സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടുക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എടാ മുതലാളി, സത്യം പറത്താൻ അർമാദിക്കാനല്ലേ ഗോവയിൽ പോണേ? അതേടാ, അർമാദിക്കാൻ പോവാ. നിന്നെ പോലെ ഉത്തരവാദിത്തമുള്ള കുറെ തൊഴിലാളികൾ കാരണം ഗതികേടിലായി ഈ സ്ഥാപനം. ഒന്ന് പച്ചപിടിപ്പിക്കാമെന്ന് വെച്ചപ്പോ എങ്ങനെ
അയ്യോ എന്റെ പൊന്നുമോനെ ഉദ്ദേശിച്ചല്ല. അയ്യപ്പനിങ്ങനെ വന്നേ, എന്നാ പിടി. മോളെ അയ്യപ്പ, ഞാൻ പോയിട്ട് വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കണം. ദോ ആ കിടക്കുന്ന വണ്ടികളുടെ പാർട്സ് അടിച്ചു മാറ്റി വിറ്റ് നീ പൈൻ്റ് അടിക്കരുത്. ശ്രമിക്കാം. ഡേയ് ഒന്ന് നോക്കിയേക്കണേ. ആലോചിക്കാം. മുതലാളി വണ്ടി എടുക്കും. എടീ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഓക്കെ, നീ കുളിച്ചിട്ട് വാ, നമുക്ക് അടിക്കണ്ടേ? ബ്രാഞ്ച് കുറച്ച് ദൂരം പോയിട്ട് മതി, അല്ലെങ്കിലേ മണം പിടിച്ച് തിരിച്ചു വരും തേണ്ടി. ആ ബാലു. ജലീൽക്ക, അങ്കിൾ എന്തേ? സാർ ഇപ്പൊ വരും. ആളാകെ ടെൻഷനില്ല. ചോദ്യം ചെയ്യല് കുഴപ്പമെന്തെങ്കിലും? കുഴപ്പമാ, സാറ് പെടും. മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ ജലീൽക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ അങ്കിൾ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. NIA നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അത് ഓർക്കുമ്പോഴാ വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ, പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാ. ഇനിയിപ്പോ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം. നിനക്ക് എന്തിന്റെ കേടായിരുന്നു റിയേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ജോർജ്, നീ എന്താ എന്റെ അടുത്ത് ചൂടാണ്? അയാളുടെ ആറ്റിറ്റ്യൂഡ് നീയും കണ്ടല്ലേ? എടി, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് വേണല്ലോ ആയിക്കോട്ടെ. നീ ചുമ്മാ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് സീൻ ഉണ്ടാക്കുന്ന ആരെങ്കിലും എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടാല് അങ്ങനെ പെമ്പിള്ളേരെ കുറച്ചൊക്കെ വകതിരും ഉണ്ടാവണം ചുമ്മാ. ഓ, പെമ്പിള്ളേർക്ക് മതിയല്ലോ ഈ വകതിരിവ്. ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നീയും കണക്കാ. നീ വണ്ടി സൈഡാക്കി. വകതിരിവ് കാണുമ്പോൾ നീ വണ്ടി സൈഡാക്കി അറിയാം. ഞാൻ എപ്പോഴും നിന്നോട് ഞാൻ നിനക്കൊന്നും മിണ്ടാതിരിക്കോ? ചുമ്മാ ഇങ്ങനെ മാറ്റി irritate ചെയ്യാൻ വേണ്ടി. നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ എന്താ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പേടിക്കണ്ട. ചേട്ടാ ചേട്ടാ കാലം പിടിച്ച്
പ്രിയ നീ പ്രാഞ്ചിനൊന്ന് വിളിച്ചേ. പ്രാഞ്ചി നീ എവിടെയാ? ഞാൻ നമ്മുടെ തൃശ്ശൂർ ടോളില്ലേ, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ എടാ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആണോ? എന്നിട്ട് കുട്ടാ നീ ആക്സിഡന്റ് ചത്തില്ലേ? എന്റെ ട്രിപ്പ് മുടക്കാനേ ഈ നമ്പർ ഒന്നും പോരാ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇട് കുട്ടാ. എടാ പ്രാഞ്ചി, നമ്മുടെ വണ്ടി ഒരാൾ ഇടിച്ചു. ഞാനാ വണ്ടി ഓടിച്ചേ. പ്രിയ 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 എന്തുവാടി? എടാ കുറച്ച് കുഴപ്പമാ, ആള് സീരിയസ് ആണെന്ന് തോന്നുന്നു. എടാ എടാ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല. നിങ്ങൾ എവിടാ ഇപ്പൊ? ഞങ്ങള് കൊടുങ്ങല്ലൂർ റൂട്ടില്. കൊടുങ്ങല്ലൂർ റൂട്ടില് എടാ 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 ചിറ്റേറ്റേറിയില്ലേ? ചിറ്റേറ്റേറ സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ക്രൈസ്റ്റ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, അതാ സേഫ്. അങ്ങോട്ട് വിട്ടോ. പ്രാഞ്ചി, കുഴപ്പാവോ? പ്രിയ എടി 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 നീ ടെൻഷൻ അടിക്കല്ലേ. അവിടുത്തെ ഡോക്ടറല്ലേ, അതിന്റെ ഫ്രണ്ടാ ഡോക്ടർ ഫിറോസ്. നിങ്ങൾ അവിടെ ചെന്ന് ഫിറോസിനെ കണ്ടാൽ മതി, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അയ്യപ്പനെ വിളിച്ചു പറയാം, അവൾ അവിടെ വന്നോളൂ. ആ ഓക്കെ ഓക്കെ. ജോർജി അല്ലേ? ഞാൻ ഡോക്ടർ ഫിറോസ്, ഫ്രാൻസ് വിളിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ, ഡോണ്ട് വറി. സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ, 2 അല്ലേ? ഓക്കെ ഏതെവിടെ ആക്സിഡന്റ് കേസ് വന്നത്? സർ, കാഷ്വാലിറ്റിയിലാണ് സർ. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ് സർ. 1 മിസ്റ്റർ ജോർജി ജേക്കബ്. എന്തായി പേട്ടാ? ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സർ. ആ ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡന്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെയാടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളോ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവൻ്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തുനിന്ന് അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി. ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്നു. ഞാൻ ഓക്കെ.